വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പോൾ നമ്മൾ നന്ദിയിലാണുള്ളത്. നന്ദി ദേശീയപാതയുടെ പുതിയ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ നന്ദിയുടെ തുടക്കത്തിൽ പതിവ് പോലെ തന്നെയുള്ള കാഴ്ചയാണ്. ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇവിടെയുള്ള വർക്കുകളൊക്കെ പുരോഗമിക്കും. പിന്നെ ഇവിടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൂട്ടിയിടുന്ന ഡംപ് ചെയ്തിടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വർക്ക് ലാസ്റ്റേ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇവിടെയൊക്കെ പുതിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരുപാട് മെറ്റലുകളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂട്ടിയിട്ട് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ RE പാനലിൻ്റെ വർക്കുകൾ, RE പാനൽ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രദേശം ഇവിടെ തന്നെയാണ്. നമ്മൾ സത്യസായി ബാബ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദേശം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ദേശീയപാതയുടെ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കുക. വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വാഗാടിൻ്റെ എക്സ്കവേറ്റർ, വാഗാടിൻ്റെ ടാങ്കർ എല്ലാം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഫുൾ പാച്ച് വർക്കാണല്ലോ. വാഗാടിൻ്റെ ടാങ്കറിൻ്റെ വാഹനത്തിൻ്റെ ഒക്കെ ബോഡി മൊത്തം പാച്ച് വർക്ക്. ഇവിടെ ഒരു ഡ്രൈനേജ് ഉണ്ട്. ആ ഡ്രൈനേജിൻ്റെ വേണ്ടിയിട്ടുള്ള കുഴിയെടുത്തോണ്ടിരിക്കുക. ഇതിലേക്ക് ഇത്രയും വെള്ളം എങ്ങനെ വന്നോ നമുക്കറിയാത്ത. ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം വന്നോ? ഇവിടെ നമ്മളെ ക്രാഷ് ബാരിയറിനെ നിർമ്മിക്കുന്ന ഒരിടം. നേരത്തെ RE പാനൽ നിർമ്മിക്കുന്ന പ്രദേശമാണെങ്കിൽ ഈ പ്രദേശമൊക്കെ ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്ന ഒരിടമാണ്. ഒരു രക്ഷയിൽ അത് കൊണ്ടുപോയി മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു പരുവത്തിലാക്കി. സർവീസ് റോഡാണ്, സർവീസ് റോഡ്. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണുള്ളത്. എത്ര മണ്ണ് വേണമെന്ന് പറയാം, ടൺ കണക്കിന് മണ്ണ്. ഇവിടെ മണ്ട പോയ തെങ്ങിൻ്റെ സംസ്ഥാന സമ്മേളനമാണ്. കംപ്ലീറ്റ് മണ്ട പോയ തെങ്ങാന്നല്ലോ. സർവീസ് റോഡിൻ്റെ താറിങ്ങൊക്കെ കുറേയൊക്കെ ബാക്കിയുണ്ട്. വാഗാടിൻ്റെ മറ്റൊരു വെള്ളവും വണ്ടി. ഇവന്മാർ നനക്കുന്ന ആളുകളാണ്. ഇവരെ ജോലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കൊണ്ട് സർവീസ് റോഡിൽ ഇങ്ങനെ വെള്ളം അടിക്കുകയാണ്. കാരണം പൊടി ഭയങ്കര പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ, ഇവിടെയുള്ള ജനങ്ങൾ, നാട്ടുകാരൊക്കെ പ്രശ്നമാക്കുന്നുണ്ട്. കാരണം ദൈനംദിനം 360 ദിവസവും പൊടി തിന്ന് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമാക്കുന്നതുകൊണ്ട് ഒടുവിൽ വാഗാട് ഈ റോഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നനക്കാൻ തീരുമാനിച്ച. നമ്മൾ മൂടാടി കഴിഞ്ഞിട്ടുള്ള മേപ്പയ്ക്ക് ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർ പാസേജാണ്. ഇതൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ്. ഇനി അടുത്ത പ്രദേശം 6 വരി ടാറിങ് പൂർത്തിയായിട്ടുള്ള പ്രദേശമാണ്.
ഇവിടെയാണ് ശരിക്കും ഫസ്റ്റ് താറിങ്. നമ്മളെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ 6 വരിയുടെ ഫസ്റ്റ് താറിങ് പൂർത്തിയായ ഒരു പ്രദേശമാണ്. അപ്പം അതിനുശേഷം പിന്നെ ഇവിടെ വന്ന വർക്ക്, നടന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് നടന്നിട്ടുണ്ട്. പിന്നെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ 6 പാനലുകൾ, നമ്മൾ ക്രാഷ് ബാരിയർ, റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറുകൾ കുറേ ഇങ്ങനെ ഇവിടെ കൂട്ടിയിട്ട് കിടക്കുന്നുണ്ട്. നവംബറിലുള്ള ദേശീയപാതയുടെ അപ്ഡേറ്റ് വീഡിയോ ആണ്. ഇവിടെ ഒരു സോയിൽ നെയിലിംഗ് ചെയ്ത പ്രദേശമുണ്ട്. ഗോഖലെ UP സ്കൂൾ മൂടാടിയുടെ അടുത്ത്. കുറേ മെറ്റീരിയലൊക്കെ ഇവിടുന്ന് നീക്കം ചെയ്ത് കാണുന്നു. മെറ്റൽ താറിങ് ആവശ്യമായ മെറ്റലുകൾ കുറേ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം കുറച്ച് മുന്നോട്ട് ദേശീയപാതയുടെ വർക്ക് എന്തെങ്കിലുമൊക്കെ നടന്നതായിട്ട് പ്രതീക്ഷിക്കാം. ഇവിടെ ആളുകൾ ഡ്രൈവിങ്ങിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. കാറ്, ബൈക്ക് ഇതൊക്കെ പഠിക്കാനുള്ളൊരു കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇവിടെയൊക്കെ മണ്ണടിച്ച് കുറച്ച് ഉയർത്തിയിട്ടുണ്ട്. ഒന്ന് പോരാ സ്പീഡ്, വളരെ വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രദേശത്ത് വരേണ്ടതുള്ളൂ എന്നാണ് തോന്നുന്നത്. കൊയിലാണ്ടി നമ്മളെ അഴിയൂർ വെങ്ങളം റീച്ചിലെ ദേശീയപാതയുടെ അപ്ഡേറ്റ്സ് വീഡിയോ എടുക്കുന്നതിനേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലുമൊക്കെ ജില്ലയിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുന്ന. കാരണം ഭയങ്കരമായ മാറ്റമൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. സൈഡ് വാള് കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മുടെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ വരുന്നൊരു ഭാഗമാണ്. ആ കനാലാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചതിന് ശേഷം കുറച്ച് മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നാലും കുറേ വർക്കുണ്ട് ബാക്കി. ഇവിടെ ഒരു കൂട്ടൻ അണ്ടർ പാസേജ്, മറ്റൊരു അണ്ടർ പാസേജ്. നമ്മളിപ്പോൾ കണ്ടത് മുജുകുന്ന് ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ പാസേജാണ്. ഇവിടെയും സർവീസ് റോഡിൻ്റെ താറിങ് നടക്കാൻ ബാക്കിയുണ്ട്. പൊടി ഇതൊക്കെ ഭയങ്കര പൊടിയാണ്. അപ്പം ഇവിടെയൊക്കെ ഗ്രാമങ്ങളിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഗ്രാമവാസികൾ പൊടി തിന്ന് മരിക്കുമ്പോൾ വാഗാണിനോട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനക്കാൻ പറയുന്നത്. പൊടി മോനെ, ശരിയായ പൊടി. ഒരു ദിവസം നമുക്കിതിൽ യാത്ര ചെയ്യുമ്പോൾ പൊടി സഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. പിന്നെ ഇവരെ കാര്യം എന്ത് പറയാനാ. അടുത്ത ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണ്. വീണ്ടും 6 പാനലിൽ നിർമ്മിച്ചുകൊണ്ട് ദേശീയപാത ഉയർന്നിട്ടാണ് ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നത്.
സൈഡിലൊക്കെ ഇപ്പോൾ ക്രാഷ് ബാരിയറൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത്, പിന്നെ അതോടൊപ്പം തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ഡിവൈഡർ പോലത്തെ ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്ത്, പിന്നെ ഇതിൻ്റെ മുകളിൽ ഈ പാനലിൻ്റെ മുകളിൽ കുറച്ച് ക്രാഷ് ബാരിയറൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നടന്ന മാറ്റം. അടുത്ത വീണ്ടും അണ്ടർ പാസേജ്. ഇത് കൂറ്റൻ അണ്ടർ പാസേജാണ്, വളരെ വിശാലമായിട്ട് അണ്ടർ പാസേജ്. കണ്ട നമ്മളെ കുന്നിയോറ മലയുടെ അടുത്തെത്തി. മണ്ണിടിച്ചിൽ നടന്ന കുന്നിയോറ മലയുടെ തൊട്ട് താഴെ. ഇവിടെ പഴയതുപോലെ തന്നെ വർക്കൊന്നും ഇല്ലാതെ അനിശ്ചിതമായി കിടക്കുകയാണ്. കുറേ കാലമായി ഇവിടെ MLA MP മാരൊക്കെ വന്നു പോയിരുന്നു. ആ കുന്നിയോറ മല ഇടിഞ്ഞതിന് ശേഷം പിന്നെ വേറെന്തെങ്കിലുമൊക്കെ ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ മാറ്റി താമസിപ്പിച്ചപ്പോൾ പുതിയ ഈ സോയിൽ നെയിലിംഗ് ചെയ്തതിന് ശേഷം സോയിൽ നെയിലിംഗ് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കണമെന്നോ ഇവിടെയുള്ള ബാക്കിയുള്ള പ്രദേശം കൂടി ഏറ്റെടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതുവരെ ഒന്നും ആയില്ല. അതേ സ്ഥിതി തന്നെ. MLA MP ആര് വന്നിട്ടും ഒരു മാറ്റവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ വർക്ക് നടക്കാതെ ഇങ്ങനെ അനിശ്ചിതമായി കിടക്കുകയാണ്. അതൊരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ ദേശീയപാതയുടെ വർക്ക് നടക്കും. തീരുമാനമാവാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ ശരിക്കും NHAIയുടെ കൃത്യമായിട്ടുള്ള അനാസ്ഥയാണ്. കാരണം ഇതൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് യുവന്മാർ വെറുതെ ശമ്പളം മേടിച്ച് കുത്തി. ഇത് എടുക്കുമ്പോൾ ഇത് ശാസ്ത്രീയമായിട്ടാണോ എടുക്കുന്നത്, ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ, ഇതൊക്കെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, ഇതൊക്കെ ഇതിനൊക്കെ തിരിച്ചറിയാനാണ് NHAIയുടെ എൻജിനീയർമാരൊക്കെ. യുവന്മാർ അന്നേരം കണ്ണും പൂട്ടി കിടന്നുറങ്ങി. എന്നിട്ട് ഇപ്പം ഈ പരുവത്തിലായ സമയത്ത് ആ വർക്കും നടക്കാതായി. ഇവിടെയുള്ള ആളുകളെ കുറേ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. അതേ സ്ഥാനത്ത് ഓരോ വർക്കും നടക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലുമൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ ഫുൾ നെഗറ്റീവ് പറയാനല്ല, കാരണം നെഗറ്റീവേ നമ്മൾ വെങ്ങളം ഈ വടകര ഈ ഭാഗത്തൊക്കെ കൂടുതൽ പറയാനുള്ളത്. കാരണം എത്ര കാലമായി ദേശീയപാതയുടെ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 2021 തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും എവിടെ എത്താത്തൊരു സാഹചര്യമാണ്. അപ്പോൾ പറഞ്ഞു പോകും. നമ്മൾ ചില ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ട എന്നൊക്കെ. ഇപ്പോൾ കോഴിക്കോട് ഫോർ എക്സാമ്പിൾ വെങ്ങളം കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ്സ് പറയാറില്ല. കാരണം കുറേ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് കണ്ടില്ല നടക്കും പറ്റും. ഇതങ്ങനെയല്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നടക്കുന്ന വർക്ക് വളരെ വേഗത്തിൽ നടക്കും. എന്നാൽ അതിനുശേഷം അത് ശാസ്ത്രീയമായി നിർമ്മിക്കാത്തതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവും. പൊളിയുന്ന പ്രശ്നം, പൊളിഞ്ഞു പോകുന്ന പ്രശ്നം, സോയിൽ നെയിലിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, ആളുകളെ മാറ്റി താമസിപ്പിക്കുന്ന പ്രശ്നങ്ങൾ, സർവീസ് റോഡ് പൊളിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ, ചെയ്ത വർക്ക് നാശകോശാകുന്ന പ്രശ്നങ്ങൾ. അടുത്ത ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ക്രോസ് ചെയ്തുകൊണ്ട് വന്ന പ്രദേശം ഒക്കെ കഴിഞ്ഞു. അതൊക്കെ ഒരുപാട് മണ്ണ്, കണ്ടമാനം മണ്ണ് ആവശ്യമുണ്ട്. ഇതിൽ ശരിക്കും എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ദേശീയപാത കടന്നുകൊണ്ട്. എന്നാൽ പിന്നെ മണ്ണിൻ്റെ ലഭ്യതക്കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് വർക്ക് ഇങ്ങനെ നീണ്ടുപോകില്ലേ. 2025 ഒക്ടോബറിലാണ്, നവംബറിലാണ് കാണാൻ തോന്നി ഇപ്പോൾ ഏറ്റവും പുതിയ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത കാലാവധി. 2025 2026 ഇങ്ങനെ പോയാൽ തീരില്ല. 2027 തീരുമെന്ന് സംശയം. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു കാഴ്ച വെച്ച് നോക്കുകയാണെങ്കിൽ. ഇതൊക്കെ ഒരു 3-4 മാസം മുന്നേ
ടാറിങ് പൂർത്തിയായിട്ടുള്ള പ്രദേശം. ഇവിടെയൊക്കെ കോളേജ് പിള്ളേഴ്സിൻ്റെ കളിയായിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് കോളേജ് പിള്ളന്മാർ വണ്ടി പഠിക്കുക, സ്കൂൾ കുട്ടികൾ വണ്ടി പഠിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആറുവരിയും ടാറിങ് പൂർത്തിയായ പ്രദേശമാണ് നമ്മുടെ കോമത്തുകര എന്നൊക്കെ പറയുന്ന പ്രദേശം. കോമത്തുകര നമ്മളെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിലെ ഏക ഓവർ പാസേജ്. നന്ദി മുതൽ കൊയിലാണ്ടി വരെയുള്ള പ്രദേശത്ത് നമ്മളെ ബാലുശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടി നിർമ്മിച്ച ഓവർ പാസേജ്. ഓവർ പാസേജിൻ്റെ താഴെയാണ് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊടുക്കുക. കോമത്തുകര കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ചെങ്ങോട്ടുകാവ് ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗം വരെ, അതിൻ്റെ തൊട്ട് ഒരു 100-200 മീറ്റർ മുന്നേ ഉള്ള പ്രദേശം വരെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും സർവീസ് റോഡിൻ്റെ വർക്കും ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഏക ആശ്രയം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏക ഗുണം ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം, നേരത്തെ നമ്മൾ കൊയിലാണ്ടി നന്ദി പുതിയ ദേശീയപാതയിലൂടെ 2 വീലർക്കൊക്കെ കഷ്ടിച്ച് നന്ദി ഭാഗത്തെത്തെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം കാറുകൾക്കും നമ്മൾ ചെങ്ങോട്ടുകാവുന്ന നന്ദി വരെ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് പെർമിറ്റ്, വാഹനം ഓടാനുള്ള പെർമിഷൻ ഈ വാഗാടിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമോ ഇല്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പം എന്തായാലും വണ്ടി പോകാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പം നമ്മളെ ചെങ്ങോട്ട് ഭാഗം ദേശീയപാതയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ചെങ്ങോട്ടുകാവ് ആ ഒരു അണ്ടർ പാസേജോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കിൻ്റെ കാഴ്ചയാണ്. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തി കഴിഞ്ഞു. ഇനി അടുത്തത് ലെവൽ ചെയ്തുകൊണ്ട് ടാർ ചെയ്യാനുള്ള വർക്കാണ്. സർവീസ് റോഡും ടാർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും സർവീസ് റോഡ് നമുക്ക് നോക്കാം. അതെ, സർവീസ് റോഡും ടാർ ചെയ്തൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചെങ്ങോട്ടുകാവിൻ്റെ ആ ഒരു പ്രദേശത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഒരു 10-500 മീറ്ററിൻ്റെ അടുത്താണ് നമുക്ക് ടാറിങ് പൂർത്തിയായത് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇനി ഈ ഭാഗത്ത് ടാറിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മുകളിൽ 6 വരി പാതയുടെ ടാറിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പം ചെങ്ങോട്ടുകാവിൽ നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ച ഇതാണ്. ഓവർ പാസേജിൻ്റെ വർക്ക് കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി മുതൽ ദേശീയപാത ഏറ്റവും പുതിയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റൊക്കെ ചെയ്യാൻ വിട്ടുവരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം.